എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ വ്ലോഗാണ് കേട്ടോ. ശരിക്കും ഇത് ഡിസംബർ മാസം എടുത്ത് വെച്ചിട്ടുള്ള വ്ലോഗാണ്, ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ എന്നാലും ഞാൻ ന്യൂ ഇയറിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതുവർഷത്തിലെ ആദ്യത്തെ വ്ലോഗാണ്. അപ്പോൾ അത് ഇന്നൊരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ആമയ്ക്ക് എക്സാം ഒക്കെ നടക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളൊരു വ്ലോഗാണ്. എന്നോട് കഴിഞ്ഞ ദിവസം സൗമ്യ എന്നിട്ടൊരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ റെഡ് കളറിലുള്ള വാട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇത് ദാഹശമനി എന്ന് പറയും, ദാഹമുക്തി എന്നൊക്കെ പറയും. ഇത് പതിമുഖമാണ്, പട്ടയാണിത്. ഒരു മരത്തിന്റെ സ്കിന്നില്ലേ, അതിനെയാണ് ഈ പതിമുഖം എന്ന് പറയുന്നത്. അപ്പൊ അതും ഏലക്കയും രാമച്ചവും അങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ. പൗഡർ അല്ല, ഇതുപോലെ ആയുർവേദ മരുന്നുകളെല്ലാം കൂടി ചേർത്ത് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. ഈ വെള്ളം കുടിക്കുന്നത് ഒത്തിരി നല്ലതാണെന്നൊക്കെ പറയും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്ലഡിന്റെ നിറം കൂടാനും ഒക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ പണ്ട് മുതലേ ഇതൊക്കെ കുടിക്കുന്നത് കേട്ടോ. ഇവിടെ ചെന്നൈയിൽ വന്നപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള മാർക്കറ്റിൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇവിടെ ചെന്നൈയിലാണെങ്കിൽ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇവിടെ ചെന്നൈയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷെ നാട്ടിൽ നമ്മൾ പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ കുടിക്കുന്ന വെള്ളമാണിത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കാറുണ്ട്, ചോറ് കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിന്റെ സ്റ്റോറേജ് ബോക്സസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ സന്തോഷ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾ മിക്കവാറും എൻ്റെ ക്രിസ്മസ് ഡേ വ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിലുള്ള ഒരു ബോക്സിൽ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ ക്രിസ്മസിന് മുന്നേ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തക്കാളിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബോക്സ് ആണ് ഈ ബ്ലൂ കളർ. എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ്. റേറ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ആണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഓൺലൈനിൽ മേടിക്കാൻ ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി എടുക്കുമ്പോൾ അതിന്റെ വലിപ്പവും തിക്നെസ്സും എല്ലാം അറിയാമല്ലോ. മറ്റേത് ഓൺലൈനിലാണെങ്കിൽ നമ്മൾ വന്ന് സാധനം കണ്ടതിന് ശേഷമാണല്ലോ അറിയുന്നത്. അപ്പൊ ഞാൻ മാക്സിമം എല്ലാ സാധനങ്ങളും ഇവിടെ കടകളിൽ തപ്പി നോക്കും. ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാറുണ്ട്. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് മനസ്സിനിണങ്ങിയ റേറ്റ് കുറവെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാറുള്ളൂ. കൂടുതലും ഞാൻ മീഷോ നിന്നാണ് എല്ലാം എടുക്കുന്നത് കേട്ടോ. അപ്പൊ എൻ്റെ ഓൾറെഡി ഒരു ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് ഇരിപ്പുണ്ട്. പക്ഷെ അതിൽ വെജിറ്റബിൾസ് ഒക്കെ വെച്ചാലും അധികം അങ്ങനെ വെള്ളമൊന്നും മാറുന്നു പോകുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ജ്വല്ലറി സെറ്റൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത്, വീട്ടിലിടുന്നതും പുറത്തിടുന്നതായിട്ടുള്ള ജ്വല്ലറീസ്. അപ്പൊ അത് ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സിനകത്ത് തന്നെ ഇങ്ങനത്തെ അഴികളുള്ള ബോക്സ് വന്നേക്കുന്നതിന്റെ കാരണം തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ മാറുന്നു പോകാനാണ് കേട്ടോ. ഈ മഞ്ഞ അടപ്പുള്ള ബോക്സിന് ഒരെണ്ണത്തിന് 144 രൂപയാണ്. നല്ല സ്പേഷ്യസ് ആണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നതാണ്, പക്ഷെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു ബോക്സ്, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത് ചെറിയ ബോക്സ് ആണ്. ഇതിന്റെ വലുതാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. വലുതിന് റേറ്റ് 300 എത്ര രൂപയാണ് ആയിട്ടുള്ളത്. ഇത് 225 കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ ആയിട്ട് നോക്കുന്നുണ്ട്, ഓൺലൈനിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് ഒരെണ്ണം 225 വർത്ത് തന്നെയാണ്. കാരണം നല്ല തിക്നെസ് ഉണ്ട്. പ്ലാസ്റ്റിക് ആണ്, പക്ഷെ എന്നാലും ഗ്ലാസ് പോലെ ഇരിക്കുന്ന ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ബോക്സ് ആണ് വലുത്. നേരത്തെ കാണിച്ചില്ലേ അതിന്റെ. ഇത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാനും ചിക്കനോ ഫിഷോ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാനോ ദോശ ബാറ്ററൊക്കെ അരച്ച് വെക്കാനോ ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് എടുത്തേക്കുന്ന ഫ്രിഡ്ജ് നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് വലുതാണ്. അപ്പോൾ നല്ല സ്പേസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് ബോക്സ് ഞാൻ എടുത്തതാണ് കേട്ടോ. അതിന്റെ ഒരു വെജിറ്റബിൾ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുട്ടി ബോക്സുകളിലാക്കിയിട്ട് അതിനകത്തും വെക്കാം പുറത്തും വെക്കാം. പിന്നെ ഒരു ബ്രൗൺ കളർ അടപ്പ് വരുന്നില്ല, അത് സാധാരണ പ്ലാസ്റ്റിക് ബോക്സ് ആണ്. 60 രൂപയായിട്ടുള്ള കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. അതിനകത്ത് കറിയൊക്കെ നമുക്ക് അടച്ചു വെക്കാം. കറിയും ചോറും ഒക്കെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു വെക്കാം. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അതിന്റെ സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റിയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഓൾറെഡി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന വ്ലോഗിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ ഞാൻ എൻ്റെ ടെറസിന്റെ മേലെ വന്നിട്ട് തുണികളൊക്കെ ഉണക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറെ തുണികൾ ഉണങ്ങിയത് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് താഴെ കൊണ്ടുവന്ന് ഇനി മടക്കി വെക്കാനായിട്ടും വന്നിരിക്കുവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത്. ഒരു 2-3 മണിക്ക് ശേഷം, 3 മണിക്ക് ശേഷം. അപ്പൊ നമ്മളുടെ ഒരു ഈവനിങ് റുട്ടീനാണിത്. അപ്പൊ നമ്മുടെ പുതുവർഷമൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു തുടക്കത്തിലായിരിക്കും അല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പുതുവർഷത്തിൽ ആദ്യത്തെ ദിവസം മാത്രം ഇത് പോരാ, മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും മാക്സിമം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ. എല്ലാവർക്കും തുടക്കത്തിൽ ഒരു ആവേശമായിരിക്കും അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ
2025 എന്നൊരു വർഷത്തിൽ ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എൻ്റെ ലൈഫ് ഞാൻ കൊണ്ടുപോയത്. അത് ശരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് അതിനുള്ളൊരു കാരണം കേട്ടോ. നമ്മൾ വീട്ടമ്മമാര് വിചാരിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ, നമ്മുടെ ലൈഫിൽ ഇനി എന്ത് മാറ്റമാണ് വരാനുള്ളതും. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ വീട്ടമ്മമാരാണ്, വീട്ടിലിരിക്കുന്നവരാണെന്ന് കരുതിയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താം, അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാം, ഫാമിലി ടൈം കണ്ടുപിടിക്കാം. നമ്മൾ മുന്നേ നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് മാറ്റിയിട്ട് പുതുവർഷത്തിൽ നമുക്ക് പുതിയ ഒരാളായിട്ട് മാറാം. പിന്നെ എന്നോട് ഒത്തിരി പേര് കമന്റിൽ പറഞ്ഞിരുന്നു, എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയത് തന്നെയാണ് പുതുവർഷത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ വീഡിയോസ് വഴി ഒത്തിരി മാറ്റങ്ങൾ ഒരുപാട് പേർക്ക് സംഭവിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ കമന്റ്സും എനിക്ക് പ്രചോദനം കിട്ടുന്നത് പുതിയ പുതിയ കണ്ടന്റുമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറണമെന്നും ഒരുമിച്ച് നമ്മളെല്ലാവരും വളരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ വീഡിയോ നിങ്ങൾ 10-25 മിനിറ്റ് കണ്ടു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചണിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേട്ടാ. കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഈ ഒരു വൈറ്റ് തീം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ വീട് വെച്ച സമയത്ത് ആ ഒരു ടൈൽസ് ഒക്കെ അവർ ഇതിൽ സെലക്ട് ചെയ്തതാണ്. പക്ഷെ പിന്നെ ആകുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്ന് മാറ്റണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ വാൾപേപ്പർ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ വൈറ്റ് പെയിന്റ് തന്നെ തിരഞ്ഞെടുത്തതിന്റെ കാരണം എനിക്ക് വൈറ്റ് പെയിന്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടൊക്കെ വെക്കുമ്പോഴുണ്ടല്ലോ കുറച്ചും കൂടി ലൈറ്റ് കളർ, എസ്പെഷ്യലി വൈറ്റ് കളറൊക്കെ നമ്മുടെ വീടിന് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എൻ്റെ ഡ്രീം ഹോമാണിത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഡെയിലി യൂട്യൂബിലും മറ്റുമൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഓരോരുത്തരുടെ വീട് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലേ നമ്മുടെ വീട് പോരാ, ഭംഗി കുറവാണ്, അല്ലെങ്കിൽ ഒത്തിരി ശരിയാക്കണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെൻഡിന് പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ആഗ്രഹിച്ചായിരിക്കും ഒരു വീട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പൈസ മുടക്കി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് വീട് മാറ്റാൻ നിൽക്കരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. കാരണം നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ട്രെൻഡുകൾ മാറി മാറി വരും. ഇപ്പോൾ വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിലും വീടിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണല്ലേ. നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് മാറ്റണം എന്നൊരു ചിന്ത വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്ന് കരുതി നമ്മൾ ജീവിതകാലം മുഴുവനും മാറാനായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസ പോവും. പക്ഷെ എന്ന് കരുതി നമുക്ക് മനസ്സിനിണങ്ങിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതും ഈ പറഞ്ഞ പോലെ വാൾപേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ പൈസയ്ക്ക് നമുക്ക് മേക്ക് ഓവർക്ക് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറയുന്നത് വലിയ വലിയ മേക്ക് കവറുകളും വീട് ഇടിച്ച് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കുന്നത് പോലും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. വീടിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരു ഭംഗിയിലല്ല കാര്യം. വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ വീട്ടിൽ എത്രത്തോളം സന്തോഷവും സമാധാനവും ഉണ്ടെന്നുള്ളതിലാണ് കാര്യം. അത് കൊണ്ടുവരാനായിട്ടൊരു വീട്ടമ്മയ്ക്ക് തന്നെയാണ് സാധിക്കുന്നത്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഭർത്താവിനെയും മക്കളെയും കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര വലിയ മണിമാളിക വെച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പുതുവർഷത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഈവനിങ് റുട്ടീൻ ആണെന്ന്. അപ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് ഇന്ന് ഓഫീസിൽ പോയ ദിവസമാണ്. ഹസ്ബൻഡിലുള്ള ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു, അതുപോലെ തന്നെ മുട്ടക്കറിയും വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തു. പക്ഷേ ലാസ്റ്റാണ് അത് പൊളിച്ചെടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ മുട്ട കേടായി പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഷോപ്പിൽ നിന്ന് ആൾറെഡി ഒരു മുട്ട മേടിച്ചു. അത് കൊണ്ടുവന്ന് നല്ലതായിട്ടാണ് ഇരുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും കൊണ്ട് പുഴു വന്നിട്ട് ആകെ അലമ്പായിരിക്കുമായിരുന്നു. പിന്നെ അത് കൊണ്ടുപോയി കളയുകയാണ് ചെയ്തത്, തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സെപ്റ്റോന്ന് എടുത്തിട്ടുള്ള മുട്ടയാണ്. നമ്മളിത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് മൊത്തം കേടായി പോയത്. പിന്നെ അതും കളയേണ്ടി വന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഈസി കറികളാണ് വെക്കുന്നത്. ഞാൻ ഒരുപാട് നേരം അങ്ങനെ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഉള്ളിക്കറി ആക്കി എടുത്തിട്ട് പിന്നെ മുട്ട പുഴുങ്ങി ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ മുട്ടക്കറി ഫ്ലോപ്പായി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ മുട്ട ചേർക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ വാൾപേപ്പർ സിങ്ക് ഏരിയയിൽ ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ആയി കഴിഞ്ഞാൽ ഞാൻ കൈയോടെ തന്നെ തുടച്ചെടുക്കും. അതുപോലെ തന്നെ വാൾപേപ്പറിലും വെള്ളം മാക്സിമം തെറിക്കാതെയാണ് ഞാൻ പാത്രങ്ങൾ കഴുകുന്നത് കേട്ടോ. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ പാത്രം കഴുകുമ്പോൾ വെള്ളം തെറിക്കും. ഉടനെ തന്നെ ഞാനിങ്ങനെ തുടച്ചെടുക്കും. പിന്നെ ദേ വന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ കാര്യം
ഞാൻ എപ്പോഴും പറയണമെന്ന് ഓർക്കുമേ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചക്കി ഫ്രഷ് ആട്ടയാണ് മേടിച്ചിട്ടുള്ളത്. ആശീർവാദ ആട്ടയുടെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ മൈദാമാവ് മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചക്കി ഫ്രഷ് എടുത്തത്. ശരിക്കും ഒരു 5 കിലോളം എടുത്തിട്ടുണ്ടായിരുന്നു. 2-5 കിലോ ആണ് കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ ചക്കി ഫ്രഷ് ആട്ടയ്ക്ക് ഒരു കുഴപ്പമുള്ളത്, നമ്മൾ എത്രയൊക്കെ പരത്തി എങ്ങനെയൊക്കെ ചെയ്താലും ഇത് ഭയങ്കര തിക്നെസ് ആണ്. മാത്രമല്ല ഒട്ടും തന്നെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റും തോന്നുന്നില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും ആശീർവാദിന്റെ MB ആട്ട തന്നെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ പുതിയ ലുക്ക് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞില്ലേ. ഒരു കമൻറ്റ് ഞാനിങ്ങനെ കണ്ടായിരുന്നു, ആതിര നല്ല മോഡേൺ ആയി, ലുക്കിൽ നല്ല മോഡേൺ ആയി, സ്വഭാവത്തിലല്ലാന്ന്. ശരിക്കും എനിക്കും അത് നിങ്ങളോട് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. നമ്മുടെ ലുക്ക് മാറിയെന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ സ്വഭാവം മാറില്ലല്ലേ. അങ്ങനെ മാറുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ലുക്ക് മാറി പുതിയൊരു ചേഞ്ച് കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് എൻ്റെ സ്വഭാവം ഞാൻ മാറ്റാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഞാൻ മുന്നേ എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടും. അങ്ങനെ ഇപ്പോൾ ഒരു ലുക്ക് മാറിയെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളാണല്ലേ ഫേക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉപദേശങ്ങളും മോട്ടിവേഷനും ഒക്കെ ഇനിയും തുടരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു, മേക്ക് ഓവർ ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും ഞാനല്ലാതെ ആവുന്നില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മോട്ടിവേഷൻ ഒന്നും പറയാൻ പറ്റുന്നില്ല, ഉള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിപ്പോയല്ലോ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ബോറടിച്ചു എന്ന് എനിക്കറിയാം. എന്നാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ പഴയതുപോലെ തന്നെയുള്ള മോട്ടിവേഷനൊക്കെ വരും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വീട്ടമ്മമാരാണെന്ന് കരുതിയിട്ട് ഇനിയും പഴയതുപോലെ അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാതെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക. ഏറ്റവും കൂടുതൽ മീ ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് ഒട്ടും സമയം കിട്ടാത്തതും സൗകര്യം കിട്ടാത്തതും നമ്മുടെ കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ കിട്ടാത്തതാണല്ലേ. അപ്പോൾ അതിനുള്ളൊരു സമയം നമ്മൾ ഉറപ്പായിട്ടും കണ്ടുപിടിക്കുക. നമ്മളിൽ പലരും അങ്ങനെയാണല്ലേ, നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ജീവിക്കും. നമ്മുടെ പാരൻസിനും മക്കൾക്കും ഹസ്ബൻഡിനും ഇൻലോസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സമയം കണ്ടുപിടിക്കത്തില്ല. അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി ചെയ്യാതിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം കുറച്ച് പേരൊക്കെയാണ് പറയുന്നത് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, വീഡിയോസ് കാണാൻ തുടങ്ങിയതിൽ സന്തോഷം മാത്രമാണ്, ജീവിതത്തിൽ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എന്നാലും കുറേ പേരൊന്നും അഭിപ്രായം പറയാത്തവരുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ്? അത് നല്ല മാറ്റമാണോ, മോശമായ മാറ്റമാണോ, നിങ്ങളുടെ ചിന്തകളിലുണ്ടായ മാറ്റമാണോ, ലൈഫ് സ്റ്റൈലിലുണ്ടായ മാറ്റമാണോ, എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കേട്ടോ. കാരണം ഈ വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് അറിയാനാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്, കഴിഞ്ഞ ഒരു 2025 ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കമൻസ് വഴി അറിയിക്കുന്ന സ്നേഹം, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ വളരെ നിഷ്കളങ്കമായതാണെന്ന് എനിക്ക് കമൻസിലൂടെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കുറേ സുഹൃത്തുക്കളെ കിട്ടി, കുറെ അനിയത്തിമാരെയും ചേച്ചിമാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഓരോരുത്തരോടും. ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ലോൺലിനെസ് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കാത്തിരിക്കും നിങ്ങളുടെ കമൻസ് വായിക്കാനായിട്ട്. കമൻസ് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോ വീഡിയോ ഞാനായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുമ്പോഴും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഗുണമാണ് എൻ്റെ വീഡിയോ വഴി ഉണ്ടായെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കേട്ടോ. അപ്പോൾ അതേ ഹസ്ബൻഡ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ വന്നിട്ട് ഒരു കട്ടൻ ചായ ഇടുവാണ്. എൻ്റെ സൗണ്ട് ഇടയ്ക്ക് വെച്ച് നല്ലതായിട്ട് ഇരുന്നതാണ് കേട്ടോ. പിന്നെ വീണ്ടും മഞ്ഞ് തുടങ്ങിയപ്പോൾ വീണ്ടും പ്രശ്നമായിട്ടുണ്ട്. നല്ല കോൾഡും ചുമയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രൈ കഫ് വരുന്നുണ്ട്. ചുമ വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് ചുമച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവും. അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് മസാല കപ്പലണ്ടി ഉണ്ടല്ലോ, പീനട്ട്, അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ആമിയും കൂടി അതൊക്കെ കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ചു. കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നീട് ഹസ്ബൻഡ് പോയതിന് ശേഷം, ആമിക്ക് അന്ന് എക്സാം ഉള്ള സമയമാണെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അവളെ വന്ന് പഠിപ്പിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കോൾഡ് വന്നത്. അതിപ്പോൾ എല്ലാവർക്കും വരില്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് വരണമെന്നില്ല. എനിക്ക് ചെറിയ തണുപ്പടിച്ചാലും പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ അവിടുത്തെ AC-യും ഞാൻ പറഞ്ഞില്ലേ, തലയിൽ ഹീറ്റ് കൊടുത്തതും ഹെയർ വാഷ് ചെയ്തതൊക്കെ കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയത്. അങ്ങനെ ആമിയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. എക്സാം ടൈമിലൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പാവം. പിന്നെ ആമിയോട് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പഠിക്കാൻ. അങ്ങനെ പിന്നെ അവള് പഠിച്ചതിന് ശേഷം എനിക്ക് എഴുതി കാണിച്ചു തരും. എല്ലാ തവണത്തെ പോലെ നന്നായിട്ട് ഇത്തവണ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും പറ്റിയില്ല, എനിക്ക് വയ്യാതായതുകൊണ്ട്.
എനിക്ക് വയ്യാതായതിൻ്റെ പുറകെ തന്നെ ആമയ്ക്കും വയ്യാതായി. അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു കേട്ടോ. ഇതിനിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങി അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വീഡിയോയിൽ കുറേ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അതിൽ ആമയെ പഠിപ്പിക്കുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളൊരു പോണിറ്റെയിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ പോണിറ്റെയിൽ കെട്ടുമ്പോൾ എലിവാല് പോലെ ഇരിക്കും. അപ്പോൾ തീരെ കട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാക്സിമം അഴിച്ചിടാനാണ് ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ബനാന ക്ലിപ്പ് വെച്ചിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യും. എനിക്ക് കൂടുതൽ ഫാഷനൊന്നും കാണിക്കാൻ അറിയത്തില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുടി ഇപ്പോഴും അഴിച്ചിട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. കെട്ടി വെച്ചിട്ട് കിടക്കാനായിട്ട് എനിക്കൊരു പേടിയാണ്. കാരണം മുടി വളഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് കെട്ടി വെക്കാത്തത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങളും ചപ്പാത്തിയും ഉള്ളിക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളും കിടന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ മാത്രം എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.